ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടിലായിട്ട് ചെയ്യാനുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് ഇതുപോലെ നന്നായിട്ട് ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇനി നമുക്ക് ബോട്ടിലേക്ക് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ബോർഡിൽ ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നില്ല. മുകളിൽ നിന്ന് ഇതുപോലെ ചരിച്ചിട്ട് ബോർഡിലൊന്ന് ചുറ്റിയിട്ട് ഒന്ന് ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ന്യൂസ് പേപ്പറിന് പകരം വേണമെങ്കിൽ തുണിയുടെ പീസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ ഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ ചെയ്ത പോലെ ബോർഡിൽ ഇതുപോലെ ചുറ്റി കുറച്ച് ഭാഗത്ത് മാത്രം ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോർഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ടാൽക്കം പൗഡറിൽ കുറച്ച് വെള്ളവും കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ബോട്ടിലിൻ്റെ പുറത്തേക്ക് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ടാൽക്കം പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾപുട്ടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷനാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിലേത് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ബോർഡിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഇതിന് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ബോർഡിൽ നന്നായിട്ട് ഡ്രൈ ആകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പ്ലെയിൻ ആയിട്ട് ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോട്ടിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമില്ലേ, ഇതുപോലത്തെ, അപ്പോൾ ഈ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പീസും ഒരേ വലിപ്പത്തിലല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു ഉദ്ദേശം വെച്ചിട്ട് ഫ്ലവറിന് എന്തോരം ഒരു വലിപ്പം വേണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഓരോ പീസും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ മാർക്കർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഔട്ട്ലൈൻ പോലെ. നമുക്കത് ഇനി ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പം മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇതുപോലെ റൗണ്ടിൽ ഒന്ന് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ മതി. കറക്റ്റ് റൗണ്ട് വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലും ചെറിയ റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ പീസും ഒരേ വലുപ്പത്തിൽ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ഇലയുടെ ഷേപ്പിൽ കുറച്ച് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലവർ മാത്രം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൂടെ ഒക്കെ ഒട്ടിച്ച് കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇലയുടെ ഷേപ്പിലും ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇലയും ഫ്ലവറും ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ലുക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു കുറച്ചും കൂടി ഒരു ഫ്ലവറിൻ്റെ ഇലയുടെയൊക്കെ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം ചൂടാക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് മടങ്ങി നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വളരെ സാവകാശം ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ചൂടാക്കി കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് വേഗം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മടങ്ങി കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ പീസും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത എല്ലാ പീസിൻ്റെയും സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിപ്പം കാണുമ്പോൾ ഫ്ലവറിൻ്റെ ഒരു ലുക്കൊന്നും തോന്നുന്നില്ലെങ്കിലും ഇത് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത ഇലയും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇലയുടെ സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഇല ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത് കുറച്ചും കൂടി ചെറിയ പീസാണ്. അപ്പം കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലവറിനും ഇലയ്ക്കൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. ഞാൻ ഫ്ലവറിന് റെഡ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഫ്ലവറിൻ്റെ ഉള്ളിൽ മാത്രമേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. രണ്ട് സൈഡും പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അതിൻ്റെ ഉൾഭാഗത്ത് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ബാക്ക് സൈഡ് കാണില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ റെഡ് കളർ കൊടുത്തുകൊണ്ട് ഒരു കോട്ടിങ് കൊടുത്തപ്പം തന്നെ ഒരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലവറിന് ആ റെഡ് കളർ കൊടുത്തപ്പോൾ ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത പീസാണെന്ന് കണ്ടാൽ ആരും പറയത്തേയില്ല, പെട്ടെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല. ഫ്ലവറിന് ഞാൻ പെയിൻറ്റ് ചെയ്ത ശേഷം ഇലയ്ക്കും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലയ്ക്ക് ഞാൻ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഇലയും പെയിൻറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഫ്ലവറും ഇലയും ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം. ഫ്ലവറൊക്കെ ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് ഞാൻ ബോട്ടിൽ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ബ്ലൂ കളർ കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ബോട്ടിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാത്ത ഭാഗത്ത് മാത്രമാണ് ബ്ലൂ കളർ കൊടുക്കുന്നത്. ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുത്ത ഭാഗത്ത് ഞാൻ ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബോട്ടിൽ ഫുള്ള് ബ്ലാക്ക് കളർ കൊടുക്കാം എന്നാണ്. പിന്നെയാണ് ഞാൻ അത് മാറ്റി ബ്ലാക്കും ബ്ലൂവും കൂടെ കുറച്ച് ഭാഗത്ത് ബ്ലാക്കും ബ്ലൂവും ആക്കാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ബോട്ടിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്ലാക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ വെച്ചിട്ട് തന്നെ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത ഫ്ലവറും ഇലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോർഡിലേക്ക് ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഫ്ലവറും ഇലയൊക്കെ അറേഞ്ച് ചെയ്ത് ബോർഡിലേക്ക് ഫുള്ള് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് പെയിൻറ്റും കൂടെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുക കേട്ടോ. ഞാൻ ബഡ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. ബഡ്സ് കൊണ്ട് ഇതുപോലെ ചെറിയൊരു റൗണ്ട് മാത്രം ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ബ്ലാക്ക് കളർ കൊടുത്തു. അതിനുശേഷം ഞാൻ ബോട്ടിൽ ഫുള്ള് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ മാത്രമേ ഗോൾഡൻ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിലും ചെറുതായിട്ടൊരു ഗോൾഡൻ കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നി കേട്ടോ. ബ്ലൂ കളർ തന്നെ അങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അത്രയ്ക്കൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മൊത്തത്തിലൊരു ഗോൾഡൻ്റെ ഒരു ടച്ച് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുക. അതുകൊണ്ട് ഞാൻ ഫ്ലവറിൻ്റെ സൈഡിൽ കൂടെയും ആ ഇലയുടെ സൈഡിൽ കൂടെയൊക്കെ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഗോൾഡൻ ഞാൻ ഫ്ലവറിനും ഇലയ്ക്കും ഒന്നും കൊടുക്കുന്നില്ല. ഫ്ലവറിൻ്റെ ആ റെഡ് കളർ എടുത്ത് കാണിക്കുമ്പോഴാണ് ശരിക്കും ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. അതിനുശേഷം ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഗോൾഡൻ്റെ ചെറിയൊരു ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ബീഡ്സ് ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ കൂടുതൽ ഇതിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.